السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാൻ മാസത്തിലെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ റമദാൻ മാസം ഇത്രയും ദിവസങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. നോമ്പനുഷ്ഠിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും തറാവീഹ് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുവാനും മറ്റ് എല്ലാ പുണ്യകർമ്മങ്ങളും ഈ റമദാനിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചു. അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാഹ്. സഹാബിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ റമദാൻ വരുന്നത് അവർ കാത്തിരിക്കുമായിരുന്നു. റമദാനിലേക്ക് ആയുസ് നീട്ടിക്കിട്ടാൻ അവരിൽ പലരും ദുആ ചെയ്യുമായിരുന്നു. കാരണം റമദാനിൻ്റെ പുണ്യം, റമദാനിൻ്റെ പോരിശ, അതാണ് അതിൻ്റെ കാരണം. റമദാനിൽ എല്ലാ നല്ല കർമ്മങ്ങൾക്കും എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത പോലെ പുണ്യമാണെന്നും നിർബന്ധമായ കാര്യങ്ങൾ ചെയ്താൽ അത് 10 ഇരട്ടിയും 70 ഇരട്ടിയും ഒക്കെ പ്രതിഫലം അതിനുണ്ട് എന്നും ഈ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതയായി പറഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലമാണത്, ഒരു സംസ്കരണത്തിൻ്റെ കാലം. നമ്മൾ വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണല്ലോ. എല്ലാ കാലത്തും മനുഷ്യർ അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്കിലായിരിക്കും. കുടുംബം പുലർത്താൻ വേണ്ടി നമ്മുടെ ജോലിയും മറ്റ് കാര്യങ്ങളും കാരണമായി എല്ലാ സന്ദർഭത്തിലും നമ്മൾ തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ഒരു സംസ്കരണത്തിൻ്റെ കാലം എന്ന നിലയിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു ഓഫർ കാലമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് തന്നെ റമദാനിലെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നാം ശ്രമിക്കേണ്ടതുമാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ നമസ്കാരങ്ങളെല്ലാം കഴിഞ്ഞു. പകൽ നമസ്കാരങ്ങൾ കഴിഞ്ഞു, രാത്രി നമസ്കാരങ്ങളും കഴിഞ്ഞു, തറാവീഹ് നമസ്കാരവും കഴിഞ്ഞു. ഇതിൽ നമ്മൾ നോക്കിയാൽ ഈ രാത്രി വന്ന് നമസ്കരിക്കുന്ന ഈ നമസ്കാരമാണ് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് അല്പമെങ്കിലും ഒരു ആത്മീയതയുടെ ഒരു ഭാവമുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ ഇറങ്ങിയതാണല്ലോ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത. ഖുർആൻ ഇറങ്ങി എന്നത് അത്ര വലിയൊരു സംഗതിയാണോ? ആണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധമായി നമ്മൾ ഖുർആനുമായുള്ള ബന്ധം വളർത്തിയോ? ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതാണ് ഷഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതിൽ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസം. അപ്പൊ ഖുർആൻ ഇറങ്ങി എന്നതാണ് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവാൻ ഖുർആനിന്റെ ഗുണം എന്താ? ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. 3 ഗുണങ്ങളാണ് ഖുർആനിൻ്റെതായി അവിടെ പറഞ്ഞിട്ടുള്ളത്. വേറെയും പലതുമുണ്ട്. അതിലൊന്ന് ഹുദൻ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും മാർഗദർശനമാണ്, വഴി കാണിക്കുന്നതാണ് ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, നേർമാർഗത്തിന്റെ വിശദീകരണവുമാണത്. വൽ ഫുർഖാൻ, തെറ്റും ശരിയും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡവുമാണ് ഖുർആൻ. ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ വിവിധ ഘടകങ്ങളുണ്ട്. ഇതിലൊക്കെ നമുക്ക് മാർഗദർശനം ആവശ്യമാണ്.
പലതിലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യമാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ കൃത്യമായ ഒരു നിർദ്ദേശവും ആവശ്യമാണ്. അതെല്ലാമാണ് ഖുർആൻ എന്നാണ് ഈ പറഞ്ഞതിലുള്ളത്. പല ഗ്രന്ഥങ്ങളും നോക്കിയാൽ നമുക്കറിയാം, ചരിത്ര ഗ്രന്ഥങ്ങൾ, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ, സാമ്പത്തിക നിയമങ്ങൾ, മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഉള്ള പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. അത് വായിച്ചു പഠിച്ച് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആളുകൾ തിരഞ്ഞെടുക്കും. എന്നാൽ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ഖുർആനിൽ നോക്കൂ, ചരിത്രമുണ്ട്, ശാസ്ത്രമുണ്ട്, സംസ്കാരമുണ്ട്, സ്വഭാവ മര്യാദകളുണ്ട്, കുടുംബജീവിതമുണ്ട്, സാമ്പത്തിക നിയമങ്ങളുണ്ട്, എല്ലാം അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഗ്രന്ഥം വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരുവാൻ സാധിക്കുകയുമില്ല. ഖുർആൻ ഇറങ്ങിയ ഉടനെ തന്നെ ഖുർആന് വിമർശനങ്ങൾ വന്നു. ആ വിമർശനങ്ങൾ വരാനുണ്ടായ കാരണം അതിൻ്റെ വൈജ്ഞാനികമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള വിമർശനമല്ല, ആധികാരികതയെക്കുറിച്ചുള്ള സംശയവുമല്ല. വിമർശനം ഉണ്ടാവാൻ കാരണം ആളുകൾ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ അതിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നതാണ്. അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയ സമൂഹം അറബി സംസാരിക്കുന്നവരുമാണ്. അപ്പോൾ ഒരു പരിഭാഷയോ വിശദാംശമോ വിശദീകരണങ്ങളോ ആവശ്യമില്ലാത്ത വിധം ഖുർആൻ അങ്ങ് ഓതിക്കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലായിരുന്നു. അത് മനസ്സിലായ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം ഒരുപാട് ആളുകൾ അതിൻ്റെ അനുയായികളായിത്തീർന്നു. അങ്ങനെ വമ്പിച്ച നിലക്ക് ഖുർആൻ സാർവത്രികമാവുകയും ആളുകൾ അത് സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് മുശ്രിക്കുകളായ പല ആളുകളും ഖുർആൻ ഓതുന്ന സഹാബത്തിനോട് വന്നിട്ട് നിങ്ങൾ ഖുർആൻ ഓതുന്നത് പതുക്കെ ഓതണം എന്ന് പറഞ്ഞിരുന്നു. നമസ്കരിക്കുമ്പോൾ പതുക്കെ ഖുർആൻ ഓതണം, കാരണം ഉറക്കെ ഓതുമ്പോൾ ആളുകൾ അത് കേൾക്കുകയും അതിൻ്റെ ആളുകളായി തീരുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ഓതുന്നതിൻ്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓരോ അക്ഷരം ഓതിയാലും അതിന് നന്മകളുണ്ട്, 10 ഇരട്ടി പ്രതിഫലമുണ്ട്, നന്മകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ. അലിഫ് എന്നത് ഒരക്ഷരമാണ്, ലാമ് വേറൊരക്ഷരമാണ്, മീമ് വേറൊരക്ഷരമാണ്. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഖുർആൻ അർത്ഥമറിയാതെ പാരായണം ചെയ്താലും പ്രതിഫലം കിട്ടും എന്നതിന് പണ്ഡിതന്മാർ തെളിവായി പറയുന്നത്. കാരണം അലിഫ് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമില്ലല്ലോ, ലാം എന്ന് പറഞ്ഞാൽ, മീം എന്ന് പറഞ്ഞാൽ, ഖാഫ് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമില്ലല്ലോ. എന്നാലും അതിന് പ്രതിഫലമുണ്ട്. ഇനി അർത്ഥമുണ്ടെങ്കിൽ തന്നെ നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണത്തിന് വലിയ പ്രോത്സാഹനമുണ്ട്. റമദാനിൽ പ്രത്യേകിച്ചും സഹാബിമാര് ഖുർആൻ പലതവണ മുഴുവനായും പാരായണം ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ പാരായണം ചെയ്യുന്ന ഖുർആൻ പഠിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവര് ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആനിൽ അവര് ആലോചന നടത്തുന്നില്ല. തദബ്ബുർ എന്ന് പറഞ്ഞ ചിന്തിക്കലാണ്, ആലോചിക്കലാണ്. അപ്പൊ വെറുതെ ഓതിപ്പോകൻ മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ ആലോചിക്കണം, ചിന്തിക്കണം. അള്ളാഹു പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവച്ചിട്ടുണ്ടോ? അവർക്ക് ഖുർആനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? ഹൃദയങ്ങൾക്ക് പൂട്ടുവച്ചിട്ടുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ
ഖുർആനിന്റെ ആളുകൾ എന്ന നിലക്ക് ഒന്നാമതായി നമ്മുടെ ഒരു ബാധ്യത ഖുർആനിലെ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നാണ്. അങ്ങനെ ചിന്തിച്ചാൽ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. അല്ലാഹു അല്ലാത്തവരിൽ നിന്നാണ് ഈ ഖുർആൻ ഇറങ്ങിയത് എങ്കിൽ അവർക്കതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും കാണാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർക്ക് ഖുർആനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ, ഖുർആനിൽ ഒരു ചിന്ത നടത്തിക്കൂടെ? അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഇറങ്ങിയതല്ല. കാരണം അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്ന്. 23 കൊല്ലക്കാലം കൊണ്ട് ഒരാൾ ഒരു ഗ്രന്ഥം എഴുതിയാൽ യാതൊരു സംശയവുമില്ല അത് വായിക്കുന്ന ആളുകൾക്ക് കാലവ്യത്യാസം മനസ്സിലാകും, ഭാഷാ വ്യത്യാസം മനസ്സിലാകും, പ്രയോഗങ്ങളുടെ വ്യത്യാസം മനസ്സിലാകും, പലതും മാറ്റി എഴുതേണ്ടി വരും. കാരണം വിജ്ഞാനം വളർന്നു കഴിഞ്ഞത് കൊണ്ടുണ്ടായ മാറ്റം അനുസരിച്ച്. എന്നാൽ ഖുർആൻ ആദ്യം അവതരിച്ചതും അവസാനം അവതരിച്ചതും അത് ഏതെങ്കിലും ഒന്ന് പഴഞ്ചനാണെന്നോ മാറ്റേണ്ടതാണെന്നോ ആർക്കും പറയാൻ കഴിയില്ല. ഖുർആൻ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഖുർആൻ വന്ന സമയത്ത് ഖുർആൻ ആളുകൾ എതിർത്തു, വിമർശിച്ചു, അത് കേൾക്കരുത്, പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഖുർആൻ പിടിച്ചു നിന്ന് എങ്ങനെയാണെന്നറിയോ? ഖുർആന്റെ അനുയായികൾ പിടിച്ചു നിന്നത് ഖുർആന്റെ ഒരു വെല്ലുവിളിയാണ്. ഖുർആൻ വെല്ലുവിളിച്ചത് വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ അവർക്ക് നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ അതുപോലൊരു സൂറത്ത് നിങ്ങളും കൊണ്ടുവരും. വദൂ ശുഹദാക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സഹായികളെയും നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടി വിളിച്ച് നിങ്ങൾ ഒരു ഖുർആൻ ഉണ്ടാക്കുമെന്ന്. മാത്രമല്ല ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ജിന്നുകളും മനുഷ്യരും എല്ലാവരും കൂടി പരിശ്രമിച്ചാലും, എല്ലാവരും പരസ്പരം സഹായികളായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന്. അതാണ് ഖുർആനിന്റെ അത്ഭുതം. അതിലെ വിജ്ഞാനങ്ങൾ, അതിൻ്റെ സാഹിത്യത്തിന്റെ മഹിമ, അതിലെ ചരിത്രത്തിന്റെ സത്യസന്ധത, അതിലെ ശാസ്ത്ര സൂചനകളുടെ കൃത്യത, അത് നൽകുന്ന സാമ്പത്തിക നിയമങ്ങളുടെ പ്രായോഗികത, കുടുംബ ജീവിതം, ഖുർആൻ സമർപ്പിച്ച കുടുംബ ജീവിതത്തിന്റെ സ്വസ്ഥത, എല്ലാം അത് വേറിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഒരു സൂറത്ത് ഉണ്ടാക്കാനുള്ള വെല്ലുവിളി, അന്നത്തെ ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ആരും പുതിയ ഒരു ഗ്രന്ഥം ഇതുപോലെ ഉണ്ടാക്കി സമർപ്പിച്ചിട്ടില്ല. ഖുർആനെ വിമർശിക്കുന്ന ആളുകൾ ഇപ്പോഴേ ഖുർആൻ പഴഞ്ചനാണെന്ന് പറയും, ഖുർആൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയും, ഖുർആൻ സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയും, ഖുർആൻ നമുക്ക് ഓതിത്തന്ന പ്രവാചകൻ കലാപകാരിയാണ് എന്ന് പറയും, പലതും പറയും. പക്ഷേ ഖുർആൻ കൊണ്ടുവന്നതുപോലുള്ള ഒരു വിജ്ഞാനം, ഒരു ഗ്രന്ഥം അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്ക് എല്ലാം അല്പായുസ് മാത്രമേ ഉണ്ടാകൂ എന്ന് നമ്മൾ അറിയണം. നമുക്ക് ഖുർആനോട് സ്നേഹവും മതിപ്പും ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ഖുർആൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. പഠിക്കാതെ, നമ്മൾ മനസ്സിലാക്കാതെ ഒരു ഏകദേശം ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് എല്ലാവരും പറയുന്നു, എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കുമ്പോൾ നമുക്ക് ഖുർആനുമായി ഹൃദയബന്ധം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഖുർആൻ ഓതുന്നതും ഖുർആൻ കേൾക്കുന്നതും പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഖുർആൻ ഓതി കൽപ്പിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആൻ ഇറങ്ങിയത് താങ്കളിലേക്കല്ലേ, പിന്നെ ഞാൻ താങ്കൾക്ക് ഖുർആൻ ഓതിത്തരികയോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഞാൻ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പൊ ഖുർആൻ കേൾക്കലും പുണ്യമാണ്. ആ സംഭവത്തിലാണ്
വജിനാ ബിക അലാ ഹഉലായി ഷഹീദ എന്ന ആയത്ത് വരെ ഓതിയെത്തിയപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു എന്നാണ്. കരഞ്ഞുപോയി. കാരണം ആ ആയത്തിൽ പറയുന്നത് പരലോകത്തിലെ കാര്യമാണ്. അവിടെ മനുഷ്യരെ മുഴുവനും നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന സമയമാണ്. അവിടെയാണ് എങ്ങനെ ഉണ്ടാകും അവസ്ഥ. ഓരോ സമൂഹത്തിനെയും ഉമ്മത്തിനെയും അവരുടെ സാക്ഷികളോടൊപ്പം കൊണ്ടുവരും, പ്രവാചകന്മാരോടൊപ്പം. എന്നിട്ട് വജിനാ ബിക അലാ ഹഉലായി ഷഹീദ ഈ മനുഷ്യന്മാർക്കുള്ള സാക്ഷിയായി ആ പ്രവാചകൻ വന്നിരുന്നു എന്നതിന്റെ തെളിവായി താങ്കളെയും കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടാകും അവസ്ഥ. അതൊരു വല്ലാത്ത അവസ്ഥയാണല്ലോ. വല്ലാത്തൊരവസ്ഥയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. ഇപ്പോൾ അത്ര മതി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ റബ്ബേ, എൻ്റെ ഖൗമ് ഈ ഖുർആനിനെ മഹ്ജൂറാക്കി കഴിഞ്ഞു, അവഗണിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കയ്യൊഴിച്ചു കഴിഞ്ഞു എന്ന്. എന്താണ് ഖുർആനിനെ മഹ്ജൂറാക്കൽ? ഒന്നാമതായി ഖുർആൻ തന്നെ വേണ്ട എന്ന് വെക്കൽ. അത് മുസ്ലിങ്ങളാരും അത് ചെയ്യുന്നില്ലല്ലോ. എല്ലാവർക്കും ഖുർആൻ വേണം. രണ്ടാമത്തെ മഹ്ജൂറാക്കൽ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കൽ. തീരെ ഖുർആൻ ഓതൂല. അങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പൊ ഈ റമദാൻ ആയ ശേഷം പോലും ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ആളുകളുണ്ട്. അവർ ശ്രദ്ധിക്കണം, ഖുർആൻ ഓതണം. മറ്റൊന്ന്, ഖുർആൻ ഓതും, പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂല, ആശയം പഠിക്കൂല. നമ്മളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കിന്ന് എല്ലാ ഭാഷകളിലും ഖുർആന്റെ പരിഭാഷകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ലഭ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ നേതൃത്വത്തിൽ രചിച്ച ഖുർആൻ പരിഭാഷയുണ്ട്. ആ പരിഭാഷ നമ്മുടെ അടുത്തുണ്ട്. അത് വായിച്ചാൽ നമുക്ക് ആശയം മനസ്സിലാകും. അതുപോലെ തന്നെ അതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള, ഏതാണ്ട് അതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെയും കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ മദനിയുടെയും ഒറ്റ വാല്യത്തിലുള്ള പരിഭാഷയും ഉണ്ട്. അത് വായിച്ചാലും നമുക്ക് ഏകദേശം അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മുമ്പിൽ അതെല്ലാം ഉണ്ട്. നമ്മൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ മതി. മഹ്ജൂറാക്കുന്ന മറ്റൊരു കാര്യം, ഖുർആൻ ഓതും, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ ഖുർആനിലുള്ള ആശയം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരില്ല, പ്രവൃത്തിപഥത്തിൽ ഉണ്ടാവില്ല. അങ്ങനത്തെവരാണ് വളരെ കൂടുതൽ ഉള്ളത്. അപ്പൊ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാവുക എന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. അപ്പൊ ഖുർആനിലുള്ളതനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നമ്മൾ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഇടപഴകുമ്പോൾ, നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളോട് പെരുമാറുമ്പോൾ, എല്ലാത്തിലും ഖുർആന്റെ ഒരു പ്രകാശം നമുക്ക് കാണാൻ സാധിക്കണ്ടേ. പലരും ഈ നോമ്പായിട്ട് പോലും അങ്ങനെ ഒരു മാറ്റം ശീലിക്കാത്ത ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആനുമായുള്ള ബന്ധം വളർത്തുക, ഖുർആൻ ഒരു മഹത്തരമായ ഗ്രന്ഥമാണ് എന്നത് സ്വയം അറിഞ്ഞ് ഉൾക്കൊണ്ട് ഖുർആനുമായി ജീവിക്കുന്ന ആളുകളായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. ഈ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമ്മൾ അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഇവിടെ നിന്ന് നമ്മൾ ഇബാദത്ത് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു മസ്ജിദ് ഇവിടെ നിർമ്മിച്ചു തന്ന മാന്യ വ്യക്തിക്ക്, മുഹമ്മദ് അഷ്റഫ് സാഹിബിന് അല്ലാഹു തആല എന്നെന്നും പ്രതിഫലം നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരു സ്ഥാപനം ഈ നാട്ടിൽ, ഈ പ്രദേശത്ത് തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിച്ച ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകരെ, KNM-ന്റെ പ്രവർത്തകരെ, ഇപ്പോഴും ഇത് കൊണ്ടു നടക്കുന്ന ഇതിന്റെ പ്രവർത്തകരെ, നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ, ആരോഗ്യത്തോടും സംതൃപ്തിയോടും കൂടി ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് അടുക്കുവാനുമുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകണമേ.
ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തി തരണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ ക്ലേശങ്ങളെയും ദൂരീകരിച്ച് തരണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.